റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി തമിഴ്നാട് 5 കോടിക്ക് അടുത്ത വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി. 6 മണിവരെ പോൾ ചെയ്തത് 84.35%. രജനീകാന്ത്, സൂര്യ, ഇളയരാജ തുടങ്ങി പ്രമുഖർ എല്ലാവരും അതിരാവിലെ വോട്ട് ചെയ്തു. തുടർഭരണം നിശ്ചയമെന്ന് MK സ്റ്റാലിൻ. അതേസമയം TVK വോട്ടർമാർക്ക് ബൂത്തിലെത്താതിരിക്കാൻ സർക്കാർ ബസ് സർവീസുകൾ റദ്ദാക്കിയെന്ന പരാതിയുമായി നടൻ വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. തമിഴ് സിനിമകളുടെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് പോലെ ഉദ്യോഗജനകമായിരുന്നു വോട്ടെടുപ്പ് ദിനവും. അട്ടിമറികൾ ഉണ്ടാകാതിരിക്കാൻ DMKയും അണ്ണാ DMKയും സ്വന്തം വോട്ടർമാരെ അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തിച്ചു. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നടൻ വിജയും അദ്ദേഹത്തിന്റെ പാർട്ടി TVKയും യുവ വോട്ടർമാരെ മുഴുവൻ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ പരിശ്രമിച്ചു. TVK പ്രവർത്തകർ വോട്ട് ചെയ്യാൻ സർക്കാർ ബസ് സൗകര്യം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് കമ്മീഷന് കത്ത് നൽകി. വോട്ടിംഗ് സമയം 8 വരെയാക്കണമെന്നും കത്തിൽ നിർദ്ദേശം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് കാര്യമാക്കിയില്ല. നടൻ രജനീകാന്ത്, ശിവകാർത്തികേയൻ, സൂര്യ തുടങ്ങി നടന്മാരെല്ലാവരും കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തി. നടൻ അജിത്ത് സ്വന്തം ബൂത്തിലെ പ്രഥമ വോട്ടറായി. മാധ്യമങ്ങളോട് നോ നീഡ് എന്ന് പ്രതികരിച്ചതിന്റെ അർത്ഥം DMK സർക്കാർ മാറേണ്ടതില്ല എന്ന തരത്തിൽ തമിഴ് ചാനലുകൾ വ്യാഖ്യാനിച്ചത് വോട്ടിംഗ് ദിനത്തിലെ ആദ്യ വിവാദമായി. വിജയ്ക്കെതിരെ അജിത്ത് എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായി. പക്ഷേ പിന്നീട് അജിത്തിന്റെ ഓഫീസ് തന്നെ തിരുത്തലുമായി എത്തി. പ്രതികരണം വേണ്ടതില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. DMK സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞു. ജനநாயக மாற்றிருக்கணும். அதே மாதிரி தமிழ்நாட்டு வாக்காளர்கள் நம்முடைய ஜனநாயக கடமையை முறையாக ஆற்ற வேண்டும், தவறாமல் ஜனநாயக கடமை ஆற்ற வேண்டும் என்று நான் வாக்காளர்கள் எல்லாம் அன்போடு கேட்டுக்கொள்கிறேன். ஒரே சொல்றேன், தமிழ்நாடு வெல்லும். വോട്ടുള്ളവരെല്ലാവരും വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ നടൻ രജനീകാന്ത് രാഷ്ട്രീയം പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നടൻ കമൽഹാസൻ, മകൾ ശ്രുതി ഹാസനുമൊത്താണ് വോട്ട് ചെയ്തത്. MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയെ തുടരുമെന്ന് അദ്ദേഹവും പ്രതികരിച്ചു. കോയമ്പത്തൂരിൽ വോട്ട് ചെയ്യാനെത്തിയ BJP മുൻ അധ്യക്ഷൻ അണ്ണാമലൈ TVK ആരാധകർ അനുകരിക്കുന്ന വിജയുടെ വേഷവിധാനത്തിലെത്തിയതും ശ്രദ്ധേയമായി. 2021 ആകെ പോൾ ചെയ്തത് 73.63%. ഇത്തവണ വൈകുന്നേരം 6 മണിക്കുള്ളിൽ തന്നെ 84.51% പേർ വോട്ട് ചെയ്തു. തെക്കൻ മേഖലകളെക്കാൾ മധ്യ വടക്കൻ ജില്ലകളിൽ പോളിംഗ് ഉയർന്നു. സമയക്രമം പൂർത്തിയായി. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളെയും ഗേറ്റുകൾ അടച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്തുകൊണ്ടാണ് ഇത്തവണത്തെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത്. ചെന്നൈയിൽ നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സർലിംഗ്.